ആമുഖമായി നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ഈ ഒരു അപകടം സംബന്ധിച്ച് പറഞ്ഞു. പ്രധാന തലക്കെട്ടുകളിലും കണ്ടു. കൂടുതൽ കാര്യങ്ങൾ ഇനി പറയാനുള്ളത് സച്ചിനാണ്. പാലക്കാട് നിന്നും സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട്. സച്ചിൻ, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സന്ദർഭത്തിലൂടെ, പ്രത്യേകിച്ച് പാലക്കാട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് 5 പേരുടെ ജീവൻ നഷ്ടമാകുന്ന അപകടം കല്ലടിക്കോടിന് സമീപത്ത് തന്നെ ഉണ്ടാകുന്നത്. അതിനുശേഷം മറ്റൊരു അപകടം ഇപ്പോൾ വീണ്ടും വരുന്നു. 4 കുഞ്ഞുങ്ങളുടെ ജീവൻ ഈ അപകടത്തിലൂടെ നഷ്ടമായി എന്ന വാർത്ത അല്പസമയം മുൻപാണ് നമ്മളെ തേടിയെത്തിയത്. വലിയ തോതിൽ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളൊക്കെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ അപകടത്തിന്റെ വിശദ വിവരങ്ങൾ എങ്ങനെയാണ്? പരിക്കേറ്റവരുണ്ട്, ഇവരുടെ ആരോഗ്യനില എങ്ങനെ? ഈ കുഞ്ഞുങ്ങൾ മരിച്ചു, പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളടക്കം ഇന്ന് തന്നെ പൂർത്തിയാക്കാനുള്ള തീരുമാനങ്ങളുണ്ടോ? ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് പാലക്കാട് കല്ലടിക്കോട് വെച്ചിട്ട് പനയമ്പാടത്ത് 4 കുട്ടികളുടെ മേലേക്ക് സിമന്റ് കയറ്റി വന്ന പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് വന്ന ലോറിയാണ് പാഞ്ഞു കയറിയത്. ഈ മറിഞ്ഞ ലോറിക്കടിയിൽപ്പെട്ട് 4 വിദ്യാർത്ഥികളാണ് ദാരുണമായി മരണപ്പെട്ടത്. 3 പേരെ, അതായത് 3 പേരെ സംഭവ സ്ഥലത്ത് നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയ ശേഷം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരിക്കുകയായിരുന്നു. 4ാമത്തെ ആൾ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് മരണപ്പെട്ടത്. ഇത്തരത്തിൽ വലിയൊരു ദാരുണമായ സംഭവം തന്നെയാണ് പാലക്കാട് കല്ലടിക്കോട് ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി ഉണ്ടായിട്ടുള്ളത്. 3 പേരെ തച്ചമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിലും ഒരാളെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലുമായിരുന്നു എത്തിച്ചിരുന്നത്. ഇവിടെ നിന്നും ഇവരുടെ മൃതദേഹം 6 മണിയോടുകൂടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് 4 പേരുടെയും മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന ഉത്തരവ് ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിവേഗത്തിൽ തന്നെ ഈ ദാരുണമായി കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുന്നത്. പാലക്കാട് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1നും +2നും പഠിക്കുന്ന 4 പെൺകുട്ടികളാണ് മരിച്ചത്. വൈകിട്ട് പരീക്ഷ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഇത്തരത്തിലൊരു ദാരുണമായ അപകടം നടക്കുന്നത്. പാലക്കാട് നിന്നും സിമന്റ് കയറ്റി വന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന ലോറിയാണ് മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് തെന്നിമാറി ഈ വിദ്യാർത്ഥികളുടെ മേലേക്ക് പാഞ്ഞു കയറിയത്. തുടർന്ന് അതെ സച്ചിൻ, പ്രദേശം ഒരു സ്ഥിരം അപകട മേഖലയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 60ഓളം പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട് ആ സ്ഥലം എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പോലീസുകാർ വന്നാൽ പോരാ, മന്ത്രിമാരും കളക്ടറും വേണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ആ സംഘർഷാവസ്ഥ ഇപ്പോൾ മയപ്പെട്ടിട്ടുണ്ടോ? എന്താണ് അതിൽ നില? തീർച്ചയായും ഈ വലിയൊരു ജനകീയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമായിരുന്നു അപകടത്തെ തുടർന്ന് ഈ കല്ലടിക്കോട് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം തുടക്കത്തിൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജനങ്ങൾ പിന്നീട് പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. തുടക്കം ജനങ്ങളും പോലീസും അതേപോലെ തന്നെ ഫയർഫോഴ്സും ചേർന്നായിരുന്നു ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. സമീപത്തെ ക്രെയിൻ അടക്കം എത്തിച്ചുകൊണ്ട് ലോറി ഉയർത്തിയാണ് ലോറിക്കടിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ പുറത്തെടുത്തത്. അതിനുശേഷം ഇത്തരത്തിൽ വലിയ ദാരുണമായ അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥിരം മേഖലയാണ് കല്ലടിക്കോട് തച്ചമ്പാറ മേഖല എന്ന ആരോപണം മുൻപ് തന്നെ ഉയർന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം റോഡിലെ അശാസ്ത്രീയത തന്നെയാണ് ഉന്നയിക്കുന്നത്. കാരണം മുൻകാലങ്ങളിലും ഇതുപോലെ ചാറ്റൽ മഴയൊക്കെ പെയ്യുമ്പോൾ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. 2 മാസം മുൻപേ ഒരു കാർ അപകടം നടന്നിരുന്നു. ആ അപകടത്തിൽ 5 യുവാക്കളാണ്, കോങ്ങാട് സ്വദേശികളായ 5 യുവാക്കളാണ് അന്ന് മരണപ്പെട്ടത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും അവിടെ അപകടം നടന്നിട്ടുള്ളത്. കാരണം വൈകിട്ടോടുകൂടി ചാറ്റൽ മഴ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ റോഡിൽ നിന്നും ലോറി, മറ്റൊരു വാഹനത്തിൽ തട്ടിയ ലോറി തെന്നി മറിയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്.